ഇപ്പോൾ നമ്മളോടൊപ്പം പൊതുജനാരോഗ്യ വിദഗ്ധൻ കൂടിയായിട്ടുള്ള ഡോക്ടർ എസ് ലാൽ ചേരുകയാണ്. നമസ്കാരം സാർ. ഇപ്പോൾ ചൂട് അതികഠിനമായിരിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളോട് പുറത്തിറങ്ങരുത് എന്നുള്ള ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കം പുറത്തുവിട്ടെങ്കിൽ പോലും ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ അന്നന്നത്തെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ പുറത്തിറങ്ങി ജോലി ചെയ്യുന്നവർ, പുറംപണിക്കാർ, പ്രത്യേകിച്ച് കൂലിപ്പണിക്കാരായിക്കൊള്ളട്ടെ, കയറ്റി തൊഴിലാളികളായിക്കൊള്ളട്ടെ, അവരുടെ ഒക്കെ തന്നെ പ്രതികരണം കഴിഞ്ഞ ദിവസം ആരാഞ്ഞപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ, ഞങ്ങൾക്ക് വീട്ടിൽ കഞ്ഞൂടി മുട്ടില്ലേ, പുറത്തിറങ്ങാതെ എന്ത് ചെയ്യാൻ എന്നുള്ള ചോദ്യമാണ് അവർ തിരിച്ചു ചോദിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് അവരോടൊക്കെ പറയാനുള്ളത്? ആ ചോദ്യം ന്യായമാണ്. ഞാനും അത് കേട്ടു. ടെലിവിഷൻ റിപ്പോർട്ടർ സർക്കാർ പറഞ്ഞേ കേട്ടില്ല, ആരോഗ്യം പറഞ്ഞേ കേട്ടില്ല, 11 മണി തൊട്ട് 3 മണി വരെ വീട്ടിലിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആരോഗ്യവകുപ്പ് ഭക്ഷണം തരുമോ എന്ന് ചോദിക്കുന്നത് കേട്ടു. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇതുപോലെ അവർ പുറത്തിറങ്ങിയ സമയത്ത് ജോലി ചെയ്താൽ നിർജ്ജലീകരണം കൊണ്ടും ശരീരത്തിലെ നമ്മുടെ സാൾട്ടുകളൊക്കെ നഷ്ടപ്പെടുന്നതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന ആരോഗ്യ അപകടങ്ങളുണ്ട്, ആ പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് പരിഹരിക്കാന്നുള്ള ഗവൺമെന്റ് ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ കോവിഡ് സമയത്ത് അല്ലെങ്കിൽ ഇതുപോലത്തെ ഘട്ടങ്ങളിലൊക്കെ ജനങ്ങൾ, തൊഴിലാളികൾക്ക് വേതനത്തിന്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും കൊടുക്കുക, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വെൽഫെയർ മെഷേഴ്സ് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ വെയിലത്ത് പണിയെടുക്കരുത് സർക്കാർ അങ്ങനെ പറയുകയും വെയിലത്ത് പണിയെടുത്തില്ലെങ്കിൽ പട്ടിണിയായി പോകുന്ന മനുഷ്യർ പറയുകയും ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആണ് കാര്യങ്ങൾ നടക്കേണ്ടത്. അതിന് പ്രത്യേക പദ്ധതികളോ പ്രത്യേക സ്കീമുകളോ ഒക്കെ വേണ്ട, അടിയന്തരമാണ്. ഇതിപ്പോൾ എല്ലാ കാലവും നിലനിൽക്കാൻ പോകണമല്ല, പക്ഷേ ഈ 1-2 മാസങ്ങൾ വളരെ കഠിനമാണ്. അത് അനുഭവിക്കുന്ന മനുഷ്യർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. നമുക്കൊക്കെ ഈ ചർച്ചകൾ പറയാമെങ്കിലും ഈ ജീവിക്കാൻ വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി റോഡിൽ നിൽക്കുന്നതിനോട് സർക്കാരിൻ്റെ മുദ്രാവാക്യങ്ങളോ അല്ലെങ്കിൽ ഉപദേശങ്ങളോ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിന് പരിഹാരങ്ങളാണ് വേണ്ടത്. അതേസമയം മനുഷ്യർ മനസ്സിലാക്കേണ്ടതുമുണ്ട്. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ ചൂട് ഒഴിവാക്കുകയും പിന്നെ ചൂട് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഇപ്പോൾ വെള്ളം കൂടുതൽ കുടിക്കുക, ഉപ്പ് കലർന്ന വെള്ളം കൂടുതൽ കുടിക്കുക, ഭക്ഷണം ലൈറ്റായിട്ടുള്ള ഭക്ഷണം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്, ആരോഗ്യ മെഷേഴ്സും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എല്ലാവരെയും ഉത്തരവാദിത്തം. ഇപ്പോൾ ഗവൺമെന്റ് കാരണമല്ല ചൂടുണ്ടായത്. ചൂടുണ്ടായാലും അതിൻ്റെ പരിഹാരത്തിൽ ഗവൺമെന്റ് ഉത്തരവാദിത്വമുണ്ട്. ഇങ്ങനെയാണ് അതിനെ കാണുന്നത്. ഇപ്പോൾ ഈ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ, കനത്ത വെയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ സൂര്യാഘാതം, സൂര്യതപം, അങ്ങനെയുള്ള പലവിധ വിഷയങ്ങൾ ജനങ്ങളെ അലട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഡ്രൈവർമാരെ സംബന്ധിച്ച്, ദീർഘദൂര ഡ്രൈവർമാർക്കൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരന്തരമായി ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ട് ആരോഗ്യവകുപ്പിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അവരൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അവർ പറയുന്നുണ്ട് നേരിട്ട് തങ്ങൾ വെയിലേൽക്കുന്നില്ല, വാഹനത്തിനുള്ളിലാണ് ഇരിക്കുന്നത്, എന്നിരുന്നാൽ പോലും തങ്ങളെ ഇത് ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് പറയുന്നത്. കേരളത്തിന്റെ പ്രശ്നം ചൂട് മാത്രമല്ല, കേരളത്തെക്കാൾ ചൂടുള്ള പ്രദേശങ്ങൾ ലോകത്ത് പലയിടത്തും ഉണ്ട്. കേരളത്തിൽ അന്തരീക്ഷത്തിലെ ജലാംശത്തിന്റെ പ്രശ്നം ആണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എന്ത് പറഞ്ഞാൽ ചൂടുണ്ടാകുമ്പോൾ നമ്മൾ ശരീരം വിയർക്കുമ്പോൾ ശരീരത്തിലെ വിയർപ്പ് അത് ബാഷ്പീകരിച്ചു പോകാനായിട്ട് ശരീരത്തിലെ ചൂടെടുക്കുകയും ചെയ്യുമ്പോൾ ശരീരം തണുക്കും. അത് നമുക്ക് ശരീരത്തിലുള്ളൊരു പ്രത്യേകതയാണ്. ശരീരം വിയർക്കുമ്പോൾ വിയർപ്പ് ബാഷ്പീകരിച്ചു പോകാനായിട്ട് ശരീരത്തിലെ താപം എടുക്കും. അന്തരീക്ഷത്തിൽ ജലാംശം കൂടുതൽ ഉള്ള പ്രദേശത്ത് നടക്കാതെ വരും. അപ്പോൾ അതാണ്, അതുകൊണ്ട് ചൂട് ശരീരത്തിൽ കൂടിപ്പോകും, ശരീരം തണുക്കാതിരിക്കും. ഇതാണ് അപകടം. അപ്പൊ അതുകൊണ്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു 11 മണി വരെ 3 മണി വരെ സൂര്യത്തിന് പുറത്തിറങ്ങാതെ, പ്രത്യേകിച്ച് പണി ഉണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക. വീടിനകത്താണെങ്കിൽ ഫാനോ എയർ കണ്ടീഷൻ ഉപയോഗിക്കാവുന്ന അങ്ങനെയാണ്. അത്തരം കാര്യങ്ങൾ, ക്ലോസ് വെന്റിലേറ്റർ, ജനലുകൾ തുറന്നിടുക, അപ്പോൾ ചൂടുമായി പുറത്തു പോകും, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ വെള്ളമാണ് ശരീരത്തിൽ പോകുന്നത്. വെള്ളവും നമ്മുടെ ഉപ്പ് പോലത്തെ സാധനം, ഉപ്പ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നമ്മുടെ, അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക. ദാഹിക്കാൻ വേണ്ടി കാത്തിരിക്കരുത്. ദാഹം ഇല്ലെങ്കിലും വെള്ളം കുടിക്കുക. അപ്പോൾ ഉപ്പിട്ട കഞ്ഞിവെള്ളം, അത്തരം കാര്യങ്ങൾ, ഉപ്പിട്ട നാരങ്ങ വെള്ളം, ഇതൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഈ രക്തസമ്മർദ്ദം അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഉപ്പിന്റെ കാഠിന്യം അതൊക്കെ ശ്രദ്ധിക്കണം, ഡോക്ടർ അറിഞ്ഞിട്ട്. അപ്പോൾ കൂടുതൽ വെള്ളം കുടിക്കുക, ചൂട് ഒഴിവാക്കുക. പുറത്തിറങ്ങി നടക്കേണ്ടി വരിക തന്നെയാണെങ്കിൽ തന്നെ കൊടയോ അത്തരം തൊപ്പിയൊക്കെ ഉപയോഗിക്കുക. ഇത്തരം കാര്യങ്ങളുണ്ട്. ശരീരം അമിതമായി ചൂടായി പോകാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. അപ്പോൾ ചൂട് ഏറ്റില്ലെങ്കിൽ പോലും, സൂര്യൻ നേരിട്ട് ഏൽക്കുന്നതിന്റെ പ്രശ്നങ്ങളുണ്ട്. അതില്ലാതെ തന്നെ ചൂടാണ് അനുഭവിക്കുന്നതെങ്കിൽ പോലും ഈ അന്തരീക്ഷത്തിൽ ജലാംശം കൂടുതലായത് കാരണം ശരീരം ചൂടായി പോകാനുള്ള സാധ്യതയെങ്കിലും അറിഞ്ഞിരിക്കണം.
അതുകൊണ്ട് വണ്ടിക്കകത്തിരിക്കുന്നവർ വേനൽക്കാലത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്, അതായത് ഇഴജന്തുക്കളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ ദുരന്തം നമ്മൾ കണ്ടതാണ്. തിരുവനന്തപുരം കിളിമാനൂരിലും അതുപോലെ തൃശ്ശൂരിലും ഒക്കെ തന്നെ സംഭവിച്ചത് നമുക്കറിയാവുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇഴജന്തുക്കളുടെ ഒരു സാന്നിധ്യം കൂടി വീട്ടിനകത്തേക്ക് വരുന്നു. തണുപ്പ് തേടി അവരൊക്കെ എത്തുമെന്നാണ് വനം വകുപ്പും ഒക്കെ തന്നെ മുന്നറിയിപ്പ് നൽകുന്നത്. അതിൽ പ്രതീക്ഷിച്ചിരിക്കാതെയുള്ള മരണം തന്നെയാണ് നമ്മളെ തേടി വീട്ടിലേക്ക് എത്തുന്നത്. അതിനെക്കുറിച്ച് കൂടി ഒരു മുന്നറിയിപ്പ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകേണ്ട ഒരു സാഹചര്യം കൂടിയല്ലേ ഇത്? തീർച്ചയായിട്ടും വേണം. പ്രത്യേകിച്ച് ഇഴജന്തുക്കളൊക്കെ ഉള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്നവര് ആ ജീവികൾ വീടിനകത്തേക്ക് കയറാതിരിക്കാനുള്ള പലപ്പോഴും ഈ ഡോറിന്റെ അടിയിലുള്ള സ്ഥലത്തിലൂടെയും കതകിന്റെ അടിയിൽ താഴെ സ്ഥലം കാണും, അല്ലെ ജനലിലെ വിടവുകൾ കാണും. അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഈ സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കണം. അതിന് മുൻകരുതൽ എടുക്കണം. അതിനകത്ത് യാതൊരു സംശയവുമില്ല. പ്രത്യേക ശ്രദ്ധ വേണം അതിനകത്ത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.